അയ്യപ്പനും കോശിയും സിനിമയിലെ നഞ്ചിയമ്മയെ മലയാളികൾക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. നഞ്ചിയമ്മയിലൂടെ കേരളക്കര കേട്ട ഒരു പാട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗക്കാരുടെ തനതായ ഇരുളർപാട്ട്. അവിടെ ഒന്നല്ല, ഒരു 100 നഞ്ചിയമ്മമാരുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തോട് അത്രമേൽ ഇഴുകിച്ചേർന്ന ഇരുളർപാട്ടിന്റെ മുഴക്കം നിശാഗന്ധിയിലെ കലോത്സവ വേദിയിൽ പ്രതിഫലിപ്പിക്കാൻ എത്തിയതാണിവർ. ഇരുളർപാട്ടിൽ പാട്ടിനാണ് പ്രാധാന്യം. പാട്ട് ഇരുള വിഭാഗത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. മരണം, ജനനം, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, സന്തോഷം, ദുഃഖം, പ്രണയം, വിരഹം, കൃഷി, വിശപ്പ് തുടങ്ങി സന്ദർഭങ്ങൾക്കനുസരിച്ച് പാട്ടുകളുടെ വരികളും അർത്ഥങ്ങളും മാറുന്നു. ലിപിയില്ലാത്ത ഭാഷയിലെ എല്ലാ വികാരങ്ങളെയും അവർ വാമൊഴി പാട്ടുകളിലൂടെ കൈമാറ്റം ചെയ്യുന്നു. പാട്ടിനോടൊപ്പം പെരെ, തവിൽ, കോകാല്, ഇലത്താളത്തിന് സമാനമായ ജാൽറ തുടങ്ങിയ വാദ്യോപകരണങ്ങളും അവർ ഈ കലാരൂപത്തിൽ ഉപയോഗിക്കുന്നു. മൺകലം ഉപയോഗിച്ചുള്ള വാദ്യോപകരണമാണ് പെരെ. തവിൽ നിർമ്മിച്ചിരിക്കുന്നത് പശുവിൻ തോൽ കൊണ്ടാണ്. വാദ്യക്കാരും പ്രധാന പാട്ടുകാരും നടുവിൽ നിന്ന് പാട്ടും കൊട്ടും നടത്തുമ്പോൾ മറ്റുള്ളവർ അവർക്ക് ചുറ്റും വട്ടത്തിൽ ചുവടുവെക്കുന്നു. ഇടയ്ക്കിടെ പ്രത്യേക രീതിയിൽ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളും കാൽച്ചിലമ്പിന്റെ കിലുക്കവും കുഴൽ വിളികളും വേദിയിലാകെ ആവേശത്തിന്റെ ഒരു തരംഗം സൃഷ്ടിക്കുന്നു. 12 പേരടങ്ങുന്ന സംഘമാണ് കലോത്സവ വേദിയിൽ ഇരുളർപാട്ട് അവതരിപ്പിക്കുന്നത്. എന്നാൽ നാട്ടിലെ ആഘോഷങ്ങളിൽ ആ ഗോത്രത്തിലെ എല്ലാ അംഗങ്ങളും പങ്കെടുക്കുന്നു. സന്തോഷം, ദുഃഖം തുടങ്ങി അവരുടെ എല്ലാ ജൈവിക ഭാവങ്ങളിലും ഇരുളർപാട്ടും വേർതിരിക്കാനാകാത്ത വിധം കൂടിക്കലർന്നിരിക്കുന്നു. വേദിയിലെത്തിയ മിക്ക സംഘങ്ങൾക്കും പരിശീലനം നൽകിയത് അട്ടപ്പാടിയിലെ ഗോത്രവിഭാഗത്തിന്റെ ഭാഗമായ ഇരുളർപാട്ടുകൾ പാടി കളിച്ചു വന്നവരാണ്. സ്വന്തം നാടിന്റെ കലാരൂപം കലോത്സവ വേദിയിലെത്തുന്നതിന്റെ ആവേശവും അഭിമാനവും അവർക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒരു നാടിന്റെ ഒരുമയുടെ പ്രതീകം കൂടിയാണ് ഇതുപോലുള്ള ഗോത്ര കലാരൂപങ്ങൾ. ഇരുളർപാട്ട് കലോത്സവ ഇനമായി അവതരിപ്പിക്കുന്നത് ഇതാദ്യമാണ്. ഇരുളർപാട്ട് മാത്രമല്ല, വേറെയും ഗോത്ര കലാരൂപങ്ങൾ ആദ്യമായി കലോത്സവ വേദി കണ്ടു. ഗോത്ര ജനതയെയും അവരുടെ സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നീക്കം.